ഹലോ എവ്രി വൺ. അങ്ങനെ +1 അഗ്നി ബാച്ചിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് +1 അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ മിനി ബാച്ചസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൺഡേ മുതൽ നവംബർ 1 മൺഡേ മുതൽ നമ്മൾ ഒഫീഷ്യലി അഗ്നി ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഇയർലി ടൈം ടേബിൾ ആണ് ഞാനും അർച്ചനാമസ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്തവരും ജോയിൻ ചെയ്യാനിരിക്കുന്നവരും ഒക്കെ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യുക, മനസ്സിലാക്കുക. ജോയിൻ ചെയ്യുന്നവര് ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോ. നിങ്ങൾ വന്നിരിക്കാൻ പോകുന്ന ക്ലാസ്സസ് ആണ്. കുറച്ച് പേടിയൊക്കെ തോന്നുമായിരിക്കും, കുഴപ്പമൊന്നുമില്ല അല്ലേ? കുറച്ച് പേടിക്കാൻ കുറച്ച് ബാച്ചായിട്ട് ഇരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ കാണാത്ത ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇരുന്ന് ഒരുമിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇവർക്ക് പേടിയാവും തോന്നുന്നുണ്ടോ ആ ടൈം ടേബിൾ കണ്ടിട്ട്? ഇല്ല, അവർ ഓൾറെഡി സെറ്റ് ആയിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ +1 അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും പഠിക്കാൻ നല്ല ഉഷാറാണ്. സാധാരണ സ്റ്റുഡൻസിനെ പോലെ അല്ല എക്സാമിനറിൽ. അതന്നെ, ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറഞ്ഞാൽ ചാടി വരുന്നത് പോലെയാണ് അവരുടെ റിപ്ലൈ വരിക. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇനി എല്ലാവരും കൂടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കുഞ്ഞു ബാച്ചുകളായിരുന്നു അല്ലെ, ഇനി എല്ലാവരും ഉണ്ടാവും. അപ്പൊ നല്ല രസമായിരിക്കും. നമ്മൾ ഒരുപാട് പേരുടെ കൂടി ഇരുന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഒരു 50 പേരായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ 100, 200, 300 പേരൊക്കെയാണ് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് ഇയർ പ്ലാൻ നിങ്ങൾക്ക് ഇന്ന് പ്രസന്റ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്, എപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ നമ്മൾ തീർക്കും, എപ്പോഴാണ് റിവിഷൻ, എല്ലാ കാര്യങ്ങളും, എപ്പോഴാണ് ക്ലാസ്സസ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ ഒഫീഷ്യലായിട്ട് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി ഇനി സ്കൂളിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ നവംബർ 1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതുവരെ അഗ്നി ബാച്ചിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി മിസ് കുറച്ച് കാര്യങ്ങൾ, അഗ്നി ബാച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ. അഗ്നി ബാച്ച് നമ്മളുടെ +1 സ്റ്റുഡൻസിന്റെ ബാച്ചാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സിലബസിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അത് തന്നെ ടൈം ടേബിൾ, ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടൈം ടേബിൾ അല്ലാതെ നിങ്ങൾക്ക് വേറെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ഓരോ റെക്കോർഡഡ് ക്ലാസ്സസ് ഏതൊക്കെ ടൈമിൽ കാണണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് കാണണം, നമ്മളുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ തന്നെ എല്ലാം കൂടി ഒറ്റ ദിവസം ഇരുന്ന് പഠിക്കുന്നത് കാണാനും അല്ല, കുറച്ചായിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ടൈം ടേബിൾ അത് നിങ്ങൾക്ക് വേറെ തന്നെ തരും. അത് പോരാതെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈം ടേബിളാണ് നമ്മളിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ചാപ്റ്റർ വൈസ് നോട്ട്സ് ഉണ്ടാവും. നമ്മളുടെ ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ടോ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആയിട്ടോ എങ്ങനെയാണോ തീർക്കുന്നത് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് എക്സാമിന് അടുപ്പിച്ച് നിങ്ങൾക്ക് ഇൻറ്റൻസ് റിവിഷൻ. അതിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയണ്ടല്ലേ, നമ്മൾ പറയാതെ തന്നെ പിള്ളേർക്ക് അറിയാം. കഴിഞ്ഞ വർഷം +1 ഇപ്പൊ +2 പഠിക്കുന്ന സ്റ്റുഡൻസിന്, വേറെ ബാച്ച് പഠിക്കുന്ന സ്റ്റുഡൻസിന് കറക്റ്റ് ആയിട്ട് അറിയാം എന്ത് ഇന്റൻസിറ്റിയിലാണ് നമ്മൾ യോധ സീരീസിന്റെ റിവിഷൻ നടത്തിയത്. അതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, എല്ലാം അഗ്നി ബാച്ചിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ അഗ്നി ബാച്ചിന്റെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് പേർക്ക് കുഞ്ഞു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇനി നമ്മൾ മൺഡേ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാ സബ്ജക്ട്സിന്റെയും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈം ടേബിള് ലൈവ് ക്ലാസ്സിന്റെ ടൈം ടേബിൾ ആണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. മിസ് പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് വേറെ ടൈം ടേബിൾ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടും. ലൈവ് ക്ലാസ്സിന്റെ ടൈം ടേബിൾ ഇതാണ് നിങ്ങളുടെ അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കമന്റ് ബോക്സിൽ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആരും ഇത് ഡൗൺലോഡ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൺഡേ വരാൻ പോകുന്ന മൺഡേ അല്ലെ സ്റ്റാർട്ട് ചെയ്യും. മിസ് എന്തൊക്കെ എനിക്ക് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ P1 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഓരോ ചാപ്റ്ററും ചില ചാപ്റ്റർ P1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ പാർട്ട് 1 ആണ്, ഫസ്റ്റ് പാർട്ട് ആണ്. ഓക്കെ, അപ്പൊ കിരൺ സാറിന്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം ട്യൂസ്ഡേ നിങ്ങൾ നോക്കുക മാത്സ് ഉണ്ടാവും, അതേപോലെ വെൻസ്ഡേ ഫിസിക്സ് ഉണ്ടാവും. എല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേഴ്സ്ഡേ ബയോളജി മിസ്സിന്റെ പറഞ്ഞ മിസ്സിന്റെ സങ്കടമായി പോയി പറയാത്തത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾദോ നമ്മുടെ +1 അഗ്നി ബാച്ചിൽ ഓരോ ബാച്ചസ് ആയിട്ട് നമ്മൾ മിനി ബാച്ചസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും കുറെ ബാച്ചൊക്കെ ഓൾറെഡി 5ാമത്തെ ചാപ്റ്റർ എത്തിയെങ്കിലും നമ്മൾ ഇവിടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്യാത്തവര് അയ്യോ ഇനിയിപ്പോ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്. ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ,
അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മള് കംപ്ലീറ്റ് ഇയർ ടൈം ടേബിൾ ആണുള്ളത്. അപ്പൊ 15th നവംബർ ഓരോ ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ടൈം ഇനിയുള്ള 2 വീക്സിൽ ചിലപ്പോൾ മാറും. നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 to 7 ആയിരിക്കും ലൈവ് ക്ലാസ്. ഈ വരുന്ന 2 ആഴ്ചകളിൽ നിങ്ങൾക്ക് ടൈം മാത്രം മാറും, ബാക്കി ക്ലാസ്സസ് എല്ലാം മാറാൻ പോകുന്നത്. എല്ലാ ദിവസത്തെ ടൈം നിങ്ങൾക്ക് എന്താണ് വേറെ ടൈം ആക്കി തരും. എല്ലാവർക്കും കുറച്ചുകൂടി കൺവീനിയന്റ് ആക്കി ടൈം എടുക്കുക. നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്കൂളിലെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ടൈം ടേബിൾ ആണ്. 5 to 7 വൈകുന്നേരമായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക, ലൈവ് ക്ലാസ്. പിന്നെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിന് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കാണണം. ഓക്കെ, അത് ഇങ്ങനെ പോയി കുറേ പോണത് ഇയർലി പ്ലാൻ ആണ്. ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള പ്ലാൻ ആണ്. ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല. ഇങ്ങനെ പോയി ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യും. നിങ്ങളും ഫോളോ ചെയ്യും, നമ്മളെല്ലാവരും ഫോളോ ചെയ്യും. ഇങ്ങനെ 28ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, 28th നമ്മള് കംപ്ലീറ്റ് സിലബസ്. അപ്പൊ നവംബർ 1 സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 28 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങളും കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ പറഞ്ഞ ടൈം ടേബിൾ ഒക്കെ തന്നിട്ട് കാര്യമില്ല, അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ടൈം ടേബിൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്, കഴിഞ്ഞോ, പഠിത്തം കഴിഞ്ഞോ? ഇല്ല, അതിനുശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനം കണ്ടില്ലേ റിവിഷൻ ചെയ്യണ്ടേ. അപ്പൊ റിവിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ഒരു മാസമൊക്കെ എടുത്തിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ റിവിഷനും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ വിടാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ പവർ ആയിട്ട് പഠിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. നമുക്ക് റിവിഷനും ചെയ്ത് +1 എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. +1 എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയാൽ നമുക്ക് അവസാനം +2 ഫുൾ മാർക്ക് വാങ്ങിയിട്ട് 1200 വാങ്ങാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലാക്കണം ഏതൊക്കെ സബ്ജക്ട്സിനാണ് അഗ്നി ബാച്ചിൽ ക്ലാസ്സസ് ഉള്ളത്. എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്, എക്സ്ക്ലൂഡിങ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സും കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് ഉണ്ട്. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഉണ്ടാവില്ല. ബാക്കി നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പൊ ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയി. ഓക്കെ, ആ കാര്യം ക്ലിയർ ആയി. എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നവംബർ 1 നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴാണ് തീർക്കുക? ഫെബ്രുവരി 28. അപ്പൊ നിങ്ങൾ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാത്തവര്, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. കാരണം നവംബർ 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ലൈവ് ക്ലാസ്സസ് മിസ് ചെയ്താൽ എല്ലാ ലൈവ് ക്ലാസിന്റെ റെക്കോർഡിംഗ് ആപ്പിൽ ഉണ്ടാവും. ഓക്കെ, ഓരോ ദിവസത്തെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്താണ് ആപ്പിൽ കിട്ടും. ഓക്കെ, അത് കൂടാതെ എന്തായാലും പഠിക്കേണ്ടതാണ്. അപ്പൊ എത്രയും നേരത്തെ പഠിക്കുന്നു അത്രയും നിങ്ങൾക്ക് തന്നെയായിരിക്കും നല്ലതുണ്ടാവും. നമുക്ക് എന്താ, നമ്മൾ എല്ലാവർക്കും വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലേറ്റ് ആയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഭാരമാവുക. അപ്പൊ അത് ഉണ്ടാവാൻ ചാൻസ് കൊടുക്കാതെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങണം. ഓക്കെ, പിന്നെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ എന്ത് വിചാരിക്കരുത്, സർ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് ആണോ റെക്കോർഡ് ക്ലാസ്? അതല്ല, റെക്കോർഡ് ക്ലാസ് ഫുൾ സിലബസ് ആപ്പിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് മൊത്തം 15 ചാപ്റ്റർ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ആപ്പിലുള്ളത്. ലൈവ് ക്ലാസിന്റെ റെക്കോർഡിംഗ് സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പം രണ്ടും വേറെ വേറെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഫാക്കൽറ്റി അറിയാലോ, നമ്മുടെ ഫിസിക്സിന് ഞാനും ഉണ്ടാവും, അതേപോലെ നമ്മുടെ ആഷിഖ് സാറും ഉണ്ടാവും, പിന്നെ വേറെ കുറെ ഫാക്കൽറ്റി ഉണ്ട്. മെയിൻ ആയിട്ട് ഞങ്ങൾ രണ്ടാളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് നമ്മുടെ ഫേവറേറ്റ് നിങ്ങൾ ടീച്ചേഴ്സ് പപ്പൻ സാറും കിരൺ സാറും ഒക്കെ ഉണ്ടാവും. IIT NIT ഒക്കെയാണ്, അടിപൊളി ടീച്ചേഴ്സ് ആണ്. അതേപോലെ അലൻ സാറും അഫ്രത് സാറും എനിക്ക് മാത്സിന് പഠിപ്പിക്കാനുണ്ടാവും ഉഷാറായിട്ട്. ഇതിലെല്ലാത്തിനും നിങ്ങൾ ലൈവ് ക്ലാസ് കൂടുതൽ ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്നെ കാണാൻ നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെ, അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. കിരൺ സാറായിരിക്കും കെമിസ്ട്രി ലൈവ് ക്ലാസ്, മാത്സിന് അലൻ സാറായിരിക്കും, മിസ്സിനെ പൊക്കി പറയും, അലൻ സാറായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിൻഡ മാം ഒക്കെ ഉണ്ടാവും. കെമിസ്ട്രിക്ക് ഇനിയും നിങ്ങൾക്ക് ഫാക്കൽറ്റി ഉണ്ട്, ഒരു ഫാക്കൽറ്റി മാത്രമല്ല, ഇഷ്ടംപോലെ ഫാക്കൽറ്റി നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ വരും. പക്ഷെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയും. അതേപോലെ തന്നെ ബയോളജിക്ക് അർച്ചന മിസ്സിന്റെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഡോക്ടറും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ് ഓക്കെ മനസ്സിലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളുടെ ഫീസ് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും ഇത്രയും ഫീസിൽ ചെയ്തിട്ടില്ല. ഓക്കെ, +1 കംപ്ലീറ്റ് ഒരു വർഷത്തേക്ക് നിങ്ങൾ പഠിക്കാൻ കൊടുക്കേണ്ട ഫീസ് 6000 rupees ആണ്, 5999 ആണ്. നിങ്ങൾക്ക് +1ഉം +2 ഓക്കെ, +1 അഗ്നിയും +2 ഉയരെ, ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഉയരെ ബാച്ചിനും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് 2 വർഷത്തിനും കൂടെ നിങ്ങൾ 10,000 അടയ്ക്കണം. ഓക്കെ, 2 വർഷം കൂടെ +1ഉം +2 എല്ലാ സബ്ജക്റ്റും ആണ്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എക്സ്ട്രാ ഒന്നും ഇല്ല. നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്താലും നിങ്ങൾ ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കണ്ട. പൈസ പോലും കൊടുക്കണ്ട. അപ്പൊ ഇതില് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊന്നും എക്സ്ട്രാ ഫീസ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. +2 നിങ്ങൾ എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പോഴേ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 10,000 രണ്ടും കൂടി ജോയിൻ ചെയ്യാം. 5,000 ഈച്ച് ബേസിക്കലി അത്രേ ഉള്ളൂ.
ഓക്കെ. ഇതൊരു മാസത്തേക്കുള്ള ഫീസ് അല്ല, ഒരു ഒരു സബ്ജക്റ്റിലേക്കുള്ള subject ഫീസും അല്ല. അത് ക്ലാരിഫൈ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേര് അതാണ് ചോദിക്കുന്നത്, സർ സബ്ജക്റ്റ് ആണോ ഈ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ തന്നെ ചോദിക്കുമായിരിക്കും ഓരോ മാസമാണോ, അതൊന്നുമല്ല. ഒരു വർഷം നിങ്ങൾ അടക്കേണ്ട ഫീസ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന ക്ലാസ്സസിനാണ് നിങ്ങൾ ഫീസ് അടയ്ക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങളുടെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ട്, ഇതേ പവറിൽ ഇതേ ഇന്റൻസിറ്റിയിൽ പഠിച്ച് പ്ലസ് വണ്ണിൽ അടിപൊളി മാർക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. കുറെ മനുഷ്യന്മാർ ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, റോബോട്ടൊന്നും അല്ല. അവർക്ക് എന്തെങ്കിലും സംശയം ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ടൈം ടേബിൾ പറ്റിയുള്ള സംശയം ചോദിക്കാനൊന്നുമില്ല. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത ആൾക്കാരോട് ഞാൻ പറയാണ്, നമ്മൾ ഇനി ഫുൾ പവറിലാണ്. ഇനി ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർ കുറച്ച് നിങ്ങൾ ഓൾറെഡി കുറച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഫുൾ പവറിൽ നമുക്ക് ഒന്നുകൂടി റിവിഷൻ പോലെ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പം അടിപൊളിയാക്കണം. നമുക്ക് പ്ലസ് വണ്ണിൽ നമ്മൾ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങും. എക്സാമിനർ ഫാമിലി ഫുൾ മാർക്കിൽ കുറവുള്ള ഒരു കാര്യം ആലോചിക്കുന്നില്ല. എല്ലാവരും ഏത് സ്ഥിതിയിലാണ് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ചത്, അല്ലേ? പിന്നെ അല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.